നിങ്ങളുടെ വീട്ടിൽ സാധാ ഇൻവെർട്ടർ ഉണ്ടോ? എങ്കിൽ നമുക്ക് അതിനെ സോളാർ ഇൻവെർട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാം. അതിനുള്ള ഡിവൈസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇൻവെർട്ടർ ടെർമിനലിൽ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു സ്പാർക്ക് അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതിന് നിങ്ങൾ ഇങ്ങനെ ഒരു ബൾബ് സീരീസിൽ കണക്ട് ചെയ്ത് ചെയ്താൽ മതി. അപ്പം അതിന്റെ സ്പാർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ചാർജ് കൺട്രോളറിനെ പറ്റിയാണ്. അതായത് സോളാർ MPPT ചാർജ് കൺട്രോളർ. അപ്പം ഇന്നത്തെ MPPT ചാർജ് കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാപവർ എന്ന് പറയുന്ന ഒരു അടിപൊളി ബ്രാൻഡ്, ഇന്ത്യൻ ബ്രാൻഡ്, നല്ല സർവീസും സപ്പോർട്ടും എല്ലാം ഉള്ള ഒരു അടിപൊളി ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഇതിനെപ്പറ്റി ഒരുപാട് യൂട്യൂബ് ചാനലുകാർ ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും അത് റീക്രിയേഷൻ ചെയ്യാൻ വല്ല താല്പര്യപ്പെടുന്നില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ളൊരു സംശയമാണ് ഇതിൻ്റെ സെറ്റിങ്സ് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ആ സെറ്റിങ്സ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കമ്പനി തന്നെ ഡെമോൺസ്ട്രേഷൻ ചെയ്ത ഒരു വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ നിങ്ങൾക്കായിട്ട് റീപോസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിനു മുന്നേ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഇവരുടെ ഒഫീഷ്യൽ പേജ് ആയിട്ടുള്ള ആ ഒരു വെബ്സൈറ്റ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്കപ്പം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിയറസ്റ്റ് ഡീലർ ഏതാണെന്ന് വെച്ചാൽ അവർ തന്നെ സജസ്റ്റ് ചെയ്ത് അതിനുള്ള സർവീസും സപ്പോർട്ടൊക്കെ തരും. അല്ലാത്തവർക്ക് വേണ്ടി ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുക. ഈ MPPTയുടെ ഡീറ്റെയിൽസ് വയറിംഗ് എല്ലാം ചെയ്ത ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ചാനലാണ്. ആ ചാനലിനകത്ത് ഈച്ച് ആൻഡ് എവരിത്തിങ് A to Z എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇനി ആരും ചെയ്യാത്തവരുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂലോട്ട് വരാം. ഹലോ ഫ്രണ്ട്സ്, ആശാപവർ ടെക്നിക്കൽ ഇൻഫർമേഷൻ സെൻറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് ഈ മോഡൽ 12 വോൾട്ട് ബാറ്ററിയിലും 24 വോൾട്ട് ബാറ്ററിയിലും പ്രത്യേക സെറ്റിങ്സ് ഒന്നും കൂടാതെ ഉപയോഗിക്കാം. മുൻഭാഗത്ത് ഡിസ്പ്ലേക്ക് അടുത്തായി കൊടുത്തിരിക്കുന്ന 3 സ്വിച്ചുകൾ ഉപയോഗിച്ച് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കാം. കണക്ഷൻ ടെർമിനൽ കവറിൻ്റെ 2 സ്ക്രൂകളും അഴിച്ചെടുക്കുക. മുന്നിലെ അപ്പ് ഡൗൺ ബട്ടണുകൾ ഓട്ടോ ഗ്രിഡ് ബൈപ്പാസിംഗ് ഓൺ ഓഫ് ചെയ്യുന്നതിനും എൻ്റർ ബട്ടൺ ഇൻവെർട്ടർ സിസ്റ്റം ഗ്രിഡിൽ നിന്ന് സോളാറിലേക്ക് മാനുവലായി ഷിഫ്റ്റ് ചെയ്യിക്കാനും ഉപയോഗിക്കാം. കണക്ഷൻ ടെർമിനൽ കവർ തുറക്കുമ്പോൾ കാണുന്നത് സോളാർ പാനൽ, ബാറ്ററി, ഇൻവെർട്ടർ എന്നിവ കണക്ട് ചെയ്യാനുള്ള സ്ലോട്ടുകളാണ്. ആദ്യമായി MPPTയിലെ ബാറ്ററി നെഗറ്റീവ് സ്ലോട്ടിൽ ബാറ്ററിയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയർ കണക്ട് ചെയ്യാം. ബാറ്ററി പോസിറ്റീവ് സ്ലോട്ടിൽ ബാറ്ററിയിൽ നിന്നുള്ള പോസിറ്റീവ് വയറും കൊടുക്കുന്നു. ഒരു ബീപ്പ് ശബ്ദത്തോടെ 3 LEDകളും ഫാനും പ്രവർത്തിച്ച് ഓഫാകുന്നു. ചാർജർ പ്രവർത്തന സജ്ജമാണെന്നതിൻ്റെ സൂചനയാണിത്. MPPTയിലെ നിലവിലുള്ള ഫാക്ടറി സെറ്റിംഗ്സ് അറിയാനായി എൻ്റർ ബട്ടൺ തുടർച്ചയായി പ്രസ് ചെയ്താൽ മതി. കൂടാതെ പാനൽ വോൾട്ട്, ബാറ്ററി വോൾട്ട്, എനർജി ടുഡേ, ടോട്ടൽ യൂണിറ്റ്, സോളാർ പാനൽ കണക്ട് ചെയ്യാതിരിക്കുകയോ സൂര്യപ്രകാശം തീരെ കുറവോ ആണെങ്കിൽ ഡിസ്പ്ലേയിൽ നോ സൺലൈറ്റ് എന്ന് കാണാം. ബാറ്ററി ഫ്ലോട്ട് വോൾട്ടേജ്, ബാറ്ററി ബൾക്ക് വോൾട്ടേജ്, ഈക്വലൈസേഷൻ വോൾട്ടേജ്, ഈക്വലൈസേഷൻ പീരീഡ് കാണിക്കുന്ന നമ്പർ ഓഫ് ഡേയ്സ്, MPPTയിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം ആംപിയർ, സോളാർ പ്രയോറിറ്റി മോഡ് തുടങ്ങിയവയെല്ലാം ഡിസ്പ്ലേയിൽ കാണാവുന്നതാണ്. ഇനി നമുക്ക് സോളാർ പാനൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ സോളാർ പ്രസൻസ് കാണിക്കുന്ന ഗ്രീൻ LED തെളിയുന്നു. ചുവപ്പ് LED ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൾക്ക് ചാർജിങ്ങിനെ സൂചിപ്പിക്കുന്നു. ബൾക്ക് ചാർജിങ് സ്റ്റേജ് കഴിയുമ്പോൾ റെഡ് LED സ്റ്റഡി ആവുകയും MPPT ഫ്ലോട്ട് ചാർജിംഗ് മോഡിലേക്ക് മാറുകയും ചെയ്യുന്നു. ബാറ്ററി 14.2 വോൾട്ടിൽ കൂടുതൽ ചാർജ് ആയാൽ ബ്ലൂ LED തെളിയുകയും ഇൻവെർട്ടറിലെ ലോഡ് സോളാറിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇതോടൊപ്പമുള്ള യൂസർ ഗൈഡിലെ സെറ്റിംഗ്സ് പേജിൽ ഇത് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് MPPTയുടെ ഫാക്ടറി സെറ്റിംഗ്സ് മാറ്റുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം. മധ്യഭാഗത്തുള്ള ഓട്ടോ ബൈപ്പാസ് ഓഫ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് എൻ്റർ ബട്ടണും പ്രസ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ ചാർജ് കൺട്രോളർ സെറ്റപ്പ് മോഡിലേക്ക് മാറുന്നു. 3 LEDകളും ഫാനും വർക്ക് ചെയ്യാൻ തുടങ്ങും. ഒന്നാമത്തെ മെനു ബാറ്ററിയുടെ ഫ്ലോട്ട് വോൾട്ടേജ് സെറ്റ് ചെയ്യാനുള്ളതാണ്. ബാറ്ററി യൂസർ മാനുവൽ പ്രകാരമുള്ള ഫ്ലോട്ട് വോൾട്ട് അപ്പ്
ഡൗൺ ബട്ടണുകൾ ഉപയോഗിച്ച് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. രണ്ടാമത്തെ മെനുവിലേക്ക് പോകാൻ എൻ്റർ ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുക. ബാറ്ററിക്ക് ആവശ്യമായ ബൾക്ക് ചാർജിംഗ് വോൾട്ടേജ് ബാറ്ററി മാനുവൽ പ്രകാരം വേണമെങ്കിൽ മാറ്റാം. 3, 4, 5 മെനു ബാറ്ററി ഈക്വലൈസേഷൻ ചാർജിംഗ് നടത്താനുള്ളതാണ്. യൂസർ മാനുവലിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം ഇത് മൂന്നും സെറ്റ് ചെയ്യാൻ. ഫാക്ടറി സെറ്റിംഗ്സിൽ ഈക്വലൈസേഷൻ ചാർജിംഗ് ആക്റ്റീവ് ആയിരിക്കില്ല. ആറാമത്തെ മെനു ചാർജറിൽ നിന്നുള്ള ഔട്ട്പുട്ട് ആംപിയർ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. MPPTയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇൻവെർട്ടറിൻ്റെ ലോഡിനും ബാറ്ററി ചാർജിങ്ങിനും ആവശ്യമുള്ള ആംപിയർ കണക്കാക്കി ഇത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഏഴാമത്തെ മെനു ഇൻവെർട്ടറിലേക്കുള്ള ഗ്രിഡ് പവർ കട്ട് ചെയ്ത് സിസ്റ്റം സോളാറിലേക്ക് മാറാനുള്ള ബാറ്ററി വോൾട്ടേജ് സെറ്റ് ചെയ്യാനുള്ളതാണ്. പവർ പ്ലാന്റിലെ ഒരു ബാറ്ററി 14.2 വോൾട്ട് എത്തുമ്പോൾ ഗ്രിഡ് പവർ കട്ട് ചെയ്യുന്ന രീതിയിലാണ് ഫാക്ടറി സെറ്റിംഗ്സ്. എട്ടാമത്തെ മെനു സിസ്റ്റം സോളാർ പവറിൽ നിന്നും ഗ്രിഡ് പവറിലേക്ക് മാറുന്ന വോൾട്ടേജ് സെറ്റ് ചെയ്യാനുള്ളതാണ്. ഒരു ബാറ്ററി മാത്രമുള്ള പവർ പ്ലാന്റിൽ ഈ വോൾട്ടേജ് 12 വോൾട്ടിൽ ക്രമീകരിക്കണം. 2ൽ കൂടുതൽ ബാറ്ററികൾ ഉണ്ടെങ്കിൽ ഈ വോൾട്ടേജ് 11.5 വോൾട്ട് വരെ കുറച്ച് വയ്ക്കാവുന്നതാണ്. ലോഡ് ഓൺ സോളാർ ബ്ലൂ LED ബ്ലിങ്ക് ചെയ്യുന്നത് പവർ പ്ലാന്റ് ഗ്രിഡ് പവറിലേക്ക് മാറാൻ തുടങ്ങുന്നതിൻ്റെ സൂചന തരുന്നതാണ്. 9ാമത്തെ മെനുവിൽ ഈ വോൾട്ടേജ് ക്രമീകരിക്കാം. 10ാമത്തെ മെനുവിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററിയുടെ AH ക്രമീകരിക്കണം. 11ാമത്തെ മെനു MPPTയുടെ ആംപിയർ കാലിബ്രേഷനും 12ാമത്തെ മെനു വോൾട്ടേജ് കാലിബ്രേഷനും ആവശ്യമെങ്കിൽ മാത്രം നടത്താനുള്ളതാണ്. യൂസർ ഗൈഡിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ മെഷീൻ കാലിബ്രേഷൻ ചെയ്യാവൂ. 13ാമത്തെ മെനു MPPT സോളാർ മോഡിലേക്ക് ഷിഫ്റ്റ് ആകുന്നതിന് മുമ്പ് ബാറ്ററികളിലേക്ക് അമിതമായി ചാർജിംഗ് ആംപിയർ കടത്തിവിടുന്നത് ലിമിറ്റ് ചെയ്യാനുള്ളതാണ്. AH കുറവായ C20 ബാറ്ററികളാണെങ്കിൽ യൂസർ ഗൈഡ് നോക്കി ഈ മെനുവിലെ 1, 2, 3 ഓപ്ഷനുകളിൽ ഏതിലെങ്കിലും ക്രമീകരിക്കാം. ഫാക്ടറി സെറ്റിംഗ്സിൽ ഈ ഓപ്ഷൻ ആക്റ്റീവ് ആയിരിക്കില്ല. കൂടിയ AH ഉള്ള C10 സോളാർ ബാറ്ററികളിൽ ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കണമെന്നില്ല. 14ാമത്തെ മെനു ഫാക്ടറി സെറ്റിംഗ്സിൽ ഓപ്ഷൻ 1ൽ ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് സൂര്യപ്രകാശമില്ലെങ്കിൽ സിസ്റ്റം ഗ്രിഡ് പവറിൽ തന്നെ തുടരുന്നതാണ്. 15ാമത്തെ മെനു സെറ്റിംഗ്സിൽ എന്തെങ്കിലും സംശയമുണ്ടായാൽ ഓപ്ഷൻ 1ലേക്ക് മാറ്റി ഫാക്ടറി സെറ്റിംഗ്സിലേക്ക് പോകാനുള്ളതാണ്. സെറ്റിംഗ്സിലേക്ക് പ്രവേശിക്കാനായി നമ്മൾ മധ്യത്തിലുള്ള ഡൗൺ ബട്ടൺ പ്രസ് ചെയ്തതുകൊണ്ട് ഓട്ടോ ബൈപ്പാസ് ഫംഗ്ഷൻ ഓഫായി പോയിരിക്കും. ഇടതുവശത്തെ അപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് ഓട്ടോ ബൈപ്പാസ് ഫംഗ്ഷൻ ഓൺ ചെയ്തുകൊണ്ട് വേണം സെറ്റിംഗ്സ് അവസാനിപ്പിക്കാൻ.